നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ദരിദ്രയായ വിധവ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവൻ തലപൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാട് ഇടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 കാശ് ഇടുന്നത് കണ്ടിട്ടവൻ, ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനം ഒക്കെയും ഇട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നസറേത്തിലെ പള്ളിയിലെ ആദ്യത്തെ കന്നി പ്രസംഗത്തിൽ യേശു ഒരു വിധവയുടെ കാര്യം പറഞ്ഞു. യേശു പറഞ്ഞത്, ഏലിയാവിൻ്റെ കാലത്ത് ഇസ്രയേലിൽ അനേക വിധവമാരുണ്ടായിരുന്നെങ്കിലും സീദോനിലെ സരേപ്തയിലെ യഹൂദ അല്ലാത്ത ഒരു പുറജാതി വിധവയുടെ അടുക്കലേക്കാണ് ഏലിയാവിനെ ദൈവം അയച്ചത്. ഏലിയാവ് മൂലമുള്ള ആ അനുഗ്രഹം ഒരു പുറജാതി വിധവയ്ക്കാണ് ലഭിച്ചത് എന്ന് യേശു പറഞ്ഞു. വാസ്തവത്തിൽ വിധവകൾ എന്ന് പറയുന്നത് ദൈവശാപം ലഭിച്ച ആളുകളെന്നാണ് യഹൂദരുടെ ധാരണ. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ വിധവയായാൽ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അവളെ ഇറക്കിവിടും. അവളുടെ സ്വന്തം വീട്ടിൽ അവളെ സ്വീകരിക്കുകയുമില്ല. കാരണം ഭർത്താവ് മരിച്ചത് അവളുടെ പാപം നിമിത്തമാണ് എന്നാണ് പൊതുവേ ഉള്ള ഒരു ധാരണ. നമുക്കറിയാം, യാക്കോബിൻ്റെ മകനായ യഹൂദയുടെ മക്കള്, അതിൽ മൂത്ത മകൻ ഒരു താമാർ എന്ന സ്ത്രീയെ കല്യാണം കഴിച്ചു. ആ മൂത്ത മകൻ മരിച്ചു. അവരുടെ നിയമം അനുസരിച്ച് രണ്ടാമത്തെ മകൻ ആ സ്ത്രീയെ കല്യാണം കഴിച്ചു, അവനും മരിച്ചു. അപ്പോൾ യഹൂദ പറഞ്ഞത് അവൾക്ക് ഭർത്താവ് വാഴുകയില്ല എന്നാണ്. അവളുടെ പാപം കൊണ്ടാണ് ഈ 2 മക്കൾ മരിക്കാനിടയായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം ചിന്താഗതിയല്ല, പൊതുവെ യഹൂദന്മാരുടെയും അതുപോലെ മറ്റ് ജനപദങ്ങളുടെയും ഒരു ചിന്താഗതിയാണ്. എന്തിന്? വടക്കേ ഇന്ത്യയിൽ പണ്ട് സതീ സമ്പ്രദായം ഉണ്ടായിരുന്നു. അതായത് ഭർത്താവ് മരിക്കുന്നത് ഭാര്യയുടെ പാതിവൃത്യ ഭംഗ നിമിത്തം ആണെന്നാണ്. അതുകൊണ്ട് ഭർത്താവിനെ ദഹിപ്പിക്കുന്ന ചെതയിൽ ഭാര്യ ജീവനോടെ ദഹിപ്പിക്കുന്ന ഒരു രീതിയാണ് സതീ സമ്പ്രദായം. അന്ന് ക്രിസ്തീയ മിഷണറിമാരാണ് രാജാറാം മോഹൻ റോയിയോട് ചേർന്ന് ആ കാര്യം ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധയിൽ പെടുത്തി ആ സമ്പ്രദായത്തെ ഉച്ചാടനം ചെയ്യുവാൻ ഇടയായത്. നമ്മുടെ കേരളത്തിൽ പോലും ഒരു മീൻപിടുത്തക്കാരൻ വള്ളത്തിൽ മീൻ പിടിക്കാൻ പോകുന്നു. പോയ വഴിക്ക് അവനെ കൊമ്പൻ സ്രാഗ് പിടിച്ച് തിന്നുകയോ അല്ലെങ്കിൽ അവൾ വള്ളം മുങ്ങി ചാവുകയോ ചെയ്യാൻ ഇടയായാൽ അവൻ്റെ വിധവയെ പിന്നെ ആ തുറയിൽ അവർ നിർത്തത്തില്ല. കാരണം അവളുടെ പാപം കൊണ്ടാണ് അവൻ ചാകാനിടയായത് എന്നാണ് അവർ ധരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതി ലോകത്തിലെ പല ജനപദങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിധവന്മാരെ ആളുകൾ വിളിക്കുന്നത് പാപികൾ അല്ലെങ്കിൽ വേശ്യമാരുടെ കൂട്ടത്തിലാണ് അവരെ വിളിക്കുന്നത്. റാഹാബ് എന്ന സ്ത്രീ, യെരിഹോവിലെ റാഹാബ് ഒരു സത്രം നടത്തുന്ന സ്ത്രീ ആയിരുന്നു. പക്ഷെ അവളെ വേശ്യ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദൈവശാപം മൂലം വിധവയായി തീർന്ന ഒരു സ്ത്രീയെ പ്രശംസിച്ച് യേശു പ്രസംഗിക്കാനിടയായപ്പോഴാണ് അവർ യേശുവിനെ തങ്ങളുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കത്ത് കൊണ്ടുപോയി തലകീഴായി തള്ളിയിട്ട് കൊല്ലാനായി ശ്രമിച്ചത് തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ. ഇവിടെ യേശുവിൻ്റെ അവസാന പ്രസംഗമെന്ന് വേണേൽ പറയാം. ശുശ്രൂഷ അവസാനിക്കാൻ പോവുകയാണ്. യേശു മണിക്കൂറുകൾക്കകം പിടിക്കപ്പെടും. അവിടെ യേശു ഒരു വിധവയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്,
ഈ 2 കാശിട്ട വിധവ എല്ലാവരെക്കാളും ഇട്ടിരിക്കുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നാണ് വഴിപാടിട്ടത്. എന്നാൽ ഇവൾ തൻ്റെ ഉപജീവനം മുഴുവൻ ഇട്ടിരിക്കുന്നു. ഭക്ഷണം കഴിക്കാതെ അവളത് ഇട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനോഭാവമാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സിനെ ദൂരത്ത് നിന്ന് ദൈവം കാണുന്നു എന്ന് വാക്യമുണ്ട്. യേശു നമ്മളുടെ പ്രവൃത്തികളെ, നമ്മുടെ കയ്യെ അല്ല നോക്കുന്നത്, ഹൃദയത്തെയാണ്. യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു എന്ന് വാക്യമുണ്ട്. ഞാൻ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു എന്നൊരു വാക്യമുണ്ട്. അതൊക്കെ നമ്മുടെ മനോഭാവമാണ്. ലോകത്തിലെ ആദ്യത്തെ പാപം അത് നീളമായിരുന്നു, മനോഭാവം. അതായത് ദൂതൻ ലൂസിഫർ ഞാൻ ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞ് നിഗളിച്ചു. നീളമായിരുന്നു ലോകത്തിലെ ആദ്യത്തെ ഭാഗത്ത്. മനുഷ്യൻ്റേതല്ല, ദൂതൻ്റേതായിരുന്നു. അപ്പോൾ നമ്മുടെ മനോഭാവം, അഹംഭാവം, നിഗളം, അസൂയ, പക, ഇതൊക്കെ മനോഭാവങ്ങളാണ്. അപ്പോൾ ദൈവം നോക്കുന്നത് ആ മനോഭാവത്തെയാണ്, അല്ലാതെ നമ്മുടെ അക്ഷരാർത്ഥത്തിലുള്ള നമ്മുടെ പാപപ്രവൃത്തികളെ അല്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സ്ത്രീയെ മോഹത്തോട് നോക്കിയാൽ വ്യഭിചാരം, അന്യൻ്റേത് ആഗ്രഹിച്ചാൽ മോഷണം, കോപിച്ചാൽ കൊലപാതകം. ഇത് യേശു പറയാൻ കാരണം അതാണ്. ആ മനോഭാവത്തിൽ നിന്നാണ് പിന്നീട് ഈ പാപങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയാകുന്നത്. അപ്പോൾ ഹൃദയത്തിലാണ് ഇതെല്ലാം ഉള്ളത്. മനുഷ്യ ഹൃദയത്തിൽ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, ദൂഷണം, അസൂയ, അത്യാഗ്രഹം, ചതി, ദുഷ്കാമം, പിടക്ക് എണ്ണ, അവിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധ, ശാഠ്യം, തൊന്നപക്ഷം, ഭിന്നത, അസൂയ, വെറുക്കൂത്ത്, മദ്യപാനം, ഇതെല്ലാം മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ട്. ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നതെന്നാണ് യേശു പറഞ്ഞത്. ഇവിടെ ഒരു സ്ത്രീ, ഒരു വിധവ, നാട്ടുകാരുടെ മുമ്പാകെ വിധവ എന്ന് പറയുന്നത് ശപിക്കപ്പെട്ടവളാണ്. ഏതോ പാപം നിമിത്തമാണ് അവളുടെ ഭർത്താവ് മരിക്കാനിടയായത് എന്നാണ് ആളുകളുടെ ധാരണ. പക്ഷെ ബൈബിൾ അങ്ങനെയല്ല. ബൈബിൾ പറയുന്നത് ദൈവം അനാഥർക്കും വിധവമാർക്കും ന്യായപാലകൻ എന്നാണ്. അപ്പോൾ അനാഥരെയും വിധവമാരെയും ദൈവം സ്നേഹിക്കുന്നു. ഇവിടെ ദൈവമായ യേശു, ദൈവം മനുഷ്യനായി തീർന്ന യേശു ആ വിധവയുടെ മനോഭാവത്തെ കണ്ടിട്ട് പറയുകയാണ്, ആ സ്ത്രീയാണ്, ദരിദ്രയായ ആ സ്ത്രീയാണ്, ആ വിധവയാണ് ഏറ്റവും അധികമായി ഇട്ടിരിക്കുന്നത്. മറ്റുള്ളവരൊക്കെ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഒരു ചെറിയ വീതം, ബാക്കി ധാരാളം അവരുടെ കയ്യിലുണ്ട്. എന്നാൽ ഈ സ്ത്രീക്ക് പിന്നീട് പോകുന്ന വഴിക്ക് ഒരു കടും കാപ്പി കുടിക്കാൻ, ഒരു പരിപ്പോട് കഴിക്കാൻ ഇല്ല. അത് വേണ്ട, ഞാൻ പട്ടിണി ഇരുന്നോളാം, എന്നാലും എന്നെക്കൊണ്ടാകാവുന്നത് ഞാൻ ദൈവനാമത്തിൽ ഞാൻ അർപ്പിക്കും എന്ന് അവൾ പറഞ്ഞ അല്ലെങ്കിൽ ചിന്തിച്ച അവളുടെ ആ മനോഭാവത്തെ യേശു എല്ലാവരുടെയും കേൾക്കൽ പരസ്യമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനോഭാവം ദൈവം കാണുന്നു. അത് സൂക്ഷിക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. തൊട്ടുപുറകിൽ യേശു പറഞ്ഞതേ ഉള്ളൂ, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെ സൂക്ഷിച്ചു കൊള്ളണം. അവര് ബാഹ്യമായ ഭക്തി, അതാണ് വസ്ത്രധാരണത്തിലൂടെയൊക്കെ ബാഹ്യമായ ഭക്തി, കപടഭക്തി. എന്നാൽ കർത്താവ് അന്തരംഗത്തിലെ സത്യമാണ് ആഗ്രഹിക്കുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവന്മാർ എന്നാണ് യേശു പറഞ്ഞത്. അതുകൊണ്ട് ഹൃദയങ്ങളെ നോക്കുന്ന, മനസ്സിനെ നോക്കുന്ന, മനോഭാവത്തെ നോക്കുന്ന ആ കർത്താവിൻ്റെ മുമ്പാകെ ഒരു നിർമ്മല മനസാക്ഷിയോട് കൂടെ കപടമില്ലാത്ത സത്യസന്ധമായ ഒരാത്മീക ജീവിതം, അതാണ് നാം ആഗ്രഹിക്കേണ്ടത്. അതിന് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന് നമുക്ക് വേണ്ട കൃപ തരാൻ, ശക്തി തരാനായി നമുക്ക് കഴിയും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആ വിധവ വളരെ നല്ലൊരു സ്ഥാനത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, ദരിദ്രനായ ലാസർ അബ്രഹാമിൻ്റെ മടിയിൽ, അബ്രഹാമിൻ്റെ പന്തിയിൽ, ആ കൂട്ടത്തിൽ ഉന്നത സ്ഥാനത്തേക്ക് പോയ കാര്യം. അതുകൊണ്ട് ഇവിടെ കുറേ പണമോ അല്ലെങ്കിൽ പ്രശസ്തിയോ ആരോഗ്യമോ ഒക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളതല്ല. അതൊക്കെ ചതിവിലൂടെയൊക്കെ നമുക്ക് നേടാൻ സാധിക്കും. എന്നാൽ ഇവിടെ ദരിദ്രാവസ്ഥയിലാണെങ്കിൽ പോലും നമുക്കായി ഭൂമിയിൽ വന്ന് കുരിശിൽ യാഗമായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും അകത്തും പുറത്തും ഭക്തിയുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് ഏതൊരാൾക്കും സാധിക്കും. തീർച്ചയായിട്ടും കർത്താവ് ആ മനോഭാവത്തെ വിലമതിക്കും. ഒരു നാൾ നമുക്ക് പ്രതിഫലം തരും. അതുകൊണ്ട് ഈ നല്ല കർത്താവിനെ
ഹൃദയപൂർവ്വം സ്നേഹിക്കുവാൻ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.